ನಮ್ಮ ಮನ್ಗಳಿಗೆ ಅಂತ ಮಡಿಕ ಕುಯ್ಕತ್ತಿದೆ ಅವ ಅಕ್ಕ ನಮ್ಗೊಂದು ಕೆಜಿ ಕೊಡು ಅಂದ್ರ ನೀವು ಬಾದಾಮಿ ರಸಪುರಿ ಕೇಳಿದ್ರಲ್ಲ ಅದಕ್ಕೆ ನಿಮ್ಗೊಂದು ಕೆಜಿ ಕೊಟ್ಟು. ഗൈസ് മൈസൂര് നമ്മുടെ വീട്ടിന്റെ ബാക്കിലെ തോട്ടത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫ്രഷ് റസ്പുരിയാണ്. ഗൈസ് അമ്മ കാലങ്ങളായിട്ട് നട്ട് പിടിപ്പിച്ച പൊട്ടറ്റോ അവസാനം പൂത്തിരിക്കുകയാണ്. പൂക്കല്ലമ്മ സോറി കായ്ച്ചിരിക്കുകയാണ് ഗൈസ്. ഗൈസ് നമുക്ക് ആകെ കിട്ടിയത് ഒരു പൊട്ടറ്റോ ആണ് അല്ലേ? ഉണ്ടോ? ഓക്കെ ഗൈസ് ഇന്ന് സൺഡേ ക്ലീനിങ് ആണ്. അമ്മ ഫാൻ തുടക്കിയാണ്. അതിന്റെ വീഡിയോ എടുക്കണം ഞാൻ. അമ്മ എന്തൊന്നും മിണ്ടാത്ത കോൺസെൻട്രേഷൻ അല്ലേ? ഗൈസ് മയില് പോണം. 2 എണ്ണം ഉണ്ട്. ഇഞ്ചി കൃഷിയാ? നേച്ചർ ബ്യൂട്ടി. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഒരു ലോങ് വീഡിയോ ആണ്. ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. ഒരു ഹോം വ്ലോഗ് ചെയ്തിട്ട് കുറേ ആയി. അപ്പം ഞാൻ വിചാരിച്ചു ഒരു സൺഡേ ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് കേട്ടോ. അപ്പം ഇപ്പം കുറച്ച് ദിവസമായിട്ട് മൈസൂരിലെ വെതർ എങ്ങനെയാന്ന് വെച്ചാൽ ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും നല്ല ഹെവി ആയിട്ട് മഴ പെയ്യും കേട്ടോ. മാത്രമല്ല നല്ല തണുപ്പുണ്ട്. വെയിൽ കണ്ടിട്ട് ടു ബി ഫ്രാങ്ക് നമ്മൾ 1 മാസത്തോളമായി. ഇവിടെ ഇപ്പോൾ ഒട്ടും വെയിൽ വരുന്നില്ല കേട്ടോ. വെറും തണുപ്പ് മഴയും മാത്രമാണ്. നമുക്ക് ബെഡിൽ നിന്ന് എണീക്കാൻ പോലും തോന്നില്ല. പക്ഷെ നമുക്ക് അങ്ങനെ കിടന്നാൽ ശരിയാവില്ലല്ലോ. നമ്മുടെ പണികൾ നമ്മൾ തന്നെ ചെയ്യണ്ടേ. അപ്പം ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ഞൗ ദോശയും ചമ്മന്തിയാണ് കേട്ടോ. ഈ ദോശ ശരിക്കും വിളിക്കുന്നത് പച്ചരി ദോശ എന്നോ അങ്ങനെ എന്തോ ആണ്. അങ്ങനെയാണ് അമ്മ പറയാറ്. പക്ഷെ ഞാൻ ഞൗ ദോശ എന്നാ പറയാറ്. കാരണം കഴിക്കുമ്പോൾ ഒരു ഞൗ ഫീൽ കിട്ടാറുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ദോശ. അപ്പം ദോശയൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞ ഉടനെ നമ്മുടെ മാങ്ങ ചേച്ചി വന്നു. ഈ ചേച്ചി തോട്ടത്തിൽ പണിയെടുക്കുന്ന ചേച്ചിയാണ് കേട്ടോ. അപ്പം അവർ മാങ്ങ വിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ 10 കിലോ റസ്പുരി മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. കിലോയിന് 30 രൂപ പ്രകാരമായിരുന്നു അവർ വിൽക്കുന്നുണ്ടായിരുന്നത്. ബദാമി മാങ്ങയ്ക്ക് 40ഉം റസ്പുരിക്ക് 30 ഉണ്ടോ. അപ്പം നമ്മൾ റസ്പുരി 10 കിലോ വാങ്ങിയിട്ടുണ്ടായിരുന്നു. 10 കിലോ നമ്മൾ വാങ്ങിയിട്ടോ. 1 കിലോ 30 രൂപ പ്രകാരം നമുക്ക് കിട്ടി. നമ്മൾ 2 ദിവസം മുന്നേ ബദാമി മാംഗോവും വാങ്ങിയിട്ടുണ്ട്. ഇതെല്ലാം ഇനി നമുക്ക് പുല്ലൊക്കെ വെച്ച് പഴുപ്പിക്കണം. അപ്പം എല്ലാം പഴുത്ത് സെറ്റായിട്ട് കാണിച്ചു തരാം. നമ്മുടെ നാട്ടിൽ ഇതിനെ വൈക്കോല് എന്നാണല്ലോ പറയുക. പക്ഷെ കർണാടകയിൽ പുല്ല് എന്നാ പറയുക കേട്ടോ. അത് കാരണമാണ് ഞാൻ പുല്ല് എന്ന് പറഞ്ഞത്. അപ്പം നമ്മുടെ നേരെ ഒരു ഓപ്പോസിറ്റ് വീട് പണി നടക്കുന്നുണ്ട്. അവിടെ പണിയെടുക്കുന്ന ഒരു ചേട്ടൻ നമുക്ക് കുറേ വൈക്കോല് കൊണ്ട് തന്നു കേട്ടോ. അപ്പം നമ്മളെല്ലാം വാങ്ങി പഴുപ്പിക്കാൻ വേണ്ടി വെക്കുകയാണ്. അമ്മയും അമ്മുമ്മയാണ് ഇത് വെക്കുന്നത് കേട്ടോ. അപ്പം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ. ഗൈസ് ഇന്ന് സൺഡേ ക്ലീനിങ് ആണ്. അപ്പം അമ്മ ഫാൻ തുടക്കിയാണ്. അതിൻ്റെ വീഡിയോ എടുക്കണം ഞാൻ. അമ്മ എന്തോന്നും മിണ്ടാത്ത കോൺസെൻട്രേഷൻ അല്ലേ? താഴത്തേക്ക് കഴിഞ്ഞില്ലേ? താഴത്തേക്ക് കഴിഞ്ഞു ഗൈസ്. ഞാൻ ഇന്ന് എണീക്കണതിന് മുന്നേ താഴത്തെ ഫാനൊക്കെ അമ്മ തുടച്ച് സെറ്റാക്കി. ഇതിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് നമ്മൾ സെറ്റായി. പിന്നെ മേലെ വന്നിട്ട് അമ്മയുടെ റൂമിലെ ഫാൻ ആദ്യം തുടക്കിയാണ്. പിന്നെ നമുക്ക് ഹാളിലെ 2 ഫാൻ തുടയ്ക്കാനുണ്ട്. പിന്നെ എൻ്റെ റൂമുണ്ട്, പാപ്പുൻ്റെ റൂമിലത്തെ ഉണ്ട്. അതെ, പക്ഷെ അധികമൊന്നും ഇല്ല അല്ലേ? ഓക്കെ ഗൈസ്. അതെ, നമ്മളിപ്പോ തുടച്ചിട്ട് എത്രയായി? കൊറേ ആയിട്ടോ. ഈ ഗ്ലൗസ് നല്ല അടിപൊളി ഗ്ലൗസ് ആണ് ഗൈസ്. ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് കൊടുത്തതാ. നല്ല ഗ്ലൗസ് അല്ലേ അമ്മ? നമ്മൾ മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു 1 വർഷം മുന്നേ. അത് 1 വർഷം യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ കയ്യിൽ നിന്ന് കീറിപ്പോയത്. അപ്പൊ ഇപ്പൊ പുതിയത് ഓർഡർ ചെയ്തു. 150 അല്ലേ? 150ഓ 130ഓ ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. നല്ല ഒരു മെറ്റീരിയലിന്റെ ഒരു ഗ്ലൗസ് ആണ്. ഇതിൽ അത്ര പൊടിയില്ല അല്ലേ ഗൈസ്? കാണുന്നുണ്ടോ? അധികം പൊടിയില്ല. എൻ്റെ റൂമിലെ ഫാൻ ഒരു ഓഫ് വൈറ്റ് കളറാണ്. അതിൽ അത്യാവശ്യം നല്ല പൊടിയുണ്ട്. അപ്പം അമ്മ പറഞ്ഞു അത് ലാസ്റ്റ് ചെയ്യുക. ഹോളത്തെ 2 എണ്ണം ചെയ്തിട്ട് എൻ്റെ റൂമിൽ ചെയ്യാമെന്ന്. പാപ്പിൻ്റെ റൂം നമ്മൾ എന്തായാലും ഇപ്പം ചെയ്യില്ല. കാരണം അവൻ നല്ല ഉറക്കമാണ്. അപ്പോൾ ഫാൻ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ അവൻ സീനാക്കും. അപ്പം നമ്മളത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇനി അപ്പുറത്തെ ഒരു ഫാനും കൂടിയുണ്ട് നമുക്ക് ഹാളിലത്തെ. ഇല്ലല്ലേ? ഇതിൽ അത്യാവശ്യം പൊടി ഉണ്ട് ഗൈസ്. ഇല്ല, ഒരുപാടില്ല അമ്മ. ഇതാണ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യാറ് കേട്ടോ. ഈ ഫാൻ ഇട്ടിട്ടാണ് നമ്മൾ ഫ്രീ കിട്ടുമ്പോൾ ഇവിടെ ഇരുന്ന് TV കാണാറ്. മറ്റേ ഫാൻ നമ്മൾ അധികം യൂസ് ചെയ്യാറില്ല. പൊടിയുണ്ടോ? ഓക്കെ. അതാ താഴെ വീണു ഗൈസ്.
ഗൈസ് നീറ്റായി ഫാൻ ഞാൻ സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. ഓരോ ബ്ലേഡ്സ് നല്ല അടിപൊളിയായിട്ട് അമ്മ തുടച്ചിട്ടുണ്ട്. ഓക്കെ അമ്മ ഇറങ്ങിക്കോളൂ. ഓക്കെ ഇല്ല എവിടെയും ഇല്ല. ഇനി നേരെ എൻ്റെ റൂമല്ലേ? ഓക്കെ പോവാ. അങ്ങനെ ഫൈനലി എൻ്റെ റൂം എത്തിയിരിക്കുകയാണ്. എൻ്റെ റൂമിലെ ഫാന് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം പൊടിയുണ്ട്. ഇത് നമ്മൾ 2 മാസം മുന്നല്ലേ അമ്മ തുടച്ചത്? 2 മാസമായിട്ടുള്ളൂ ഗൈസ്. പക്ഷെ ആ പൊടിയുടെ ഒരു ഇത് കണ്ടോ, ഇൻറ്റൻസിറ്റി കണ്ടോ, എത്ര പൊടി. പ്രത്യേകിച്ച് ഇതൊരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ്, അത് കാരണം പെട്ടെന്ന് പൊടി പിടിക്കും. അതെ, നിങ്ങൾക്ക് അമ്മ നിൽക്കുമ്പോൾ തന്നെ മനസ്സിലാവുണ്ടാവും. മറ്റേ സാധാ ഹാളിലും അമ്മയുടെ റൂമിലൊക്കെ വായിലും പോയോ ഗൈസ്, നമ്മുടെ വായിൽ പോയി. ഈ ഫാന് പാപ്പും അപ്പൂപ്പിയും കൂടെ പോയി വാങ്ങിയതാട്ടോ. പണ്ട് നമ്മൾ റെന്റിനിരിക്കുന്ന എൻ്റെ ബെഡിലൊക്കെ വീണു ഗൈസ്. നമ്മൾ റെന്റിനിരിക്കുന്ന സമയത്ത് ഫാന് വേണമായിരുന്നു. അപ്പൊ അവര് പോയി വാങ്ങിയതാണ്. ആ കുഴപ്പമില്ല, അമ്മ ചെയ്തോളൂ. ഡസ്റ്റ് ഫ്രീ ആണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടുപേരും പോയി വാങ്ങിയത്. പക്ഷെ ഭയങ്കര പൊട്ട ഫാനാണ് ഗൈസ്. കാറ്റൊക്കെ കിട്ടുന്നുണ്ട്, നല്ല കാറ്റൊക്കെ ഉണ്ട്. ക്രോംപ്ടന്റെ ഫാനാണ്. ഈവൺ അവിടെ ബ്ലാക്കും ബ്രൗൺ കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരതൊന്നും വാങ്ങിയില്ല. കടക്കാരന്റെ വാഗ്ദാനത്തിൽ അവര് വീണു ഗൈസ്. അങ്ങനെ ഇത് വാങ്ങി. അതെ ശരി കേട്ടോ, തുടച്ചാലും ഉണ്ടാവും. ഓക്കെ, വെറുതെ തുടച്ചിട്ട് പോകുന്നില്ല ഗൈസ്. അങ്ങനെ നമ്മൾ ഡിഷ് വാഷ് എടുത്തിട്ട് വന്നു. അതും ആ ഒരു അതിന്റെ സ്ക്രബ്ബർ വെച്ചിട്ട് ഉരച്ചിട്ടാണ്. അതെ, യൂസ് ചെയ്യാൻ പാടില്ല. പക്ഷെ നമ്മൾ എത്ര തുടച്ചാലും കണ്ടില്ലേ, ഈ ഒരു കറുപ്പ് അങ്ങനെ നിൽക്കും ഗൈസ്, അത് പോവില്ല. അതെ, നല്ല കാറ്റുണ്ട് ഗൈസ്. ഇവിടെ നല്ല മഴ പെയ്തു, കണ്ടില്ലേ ക്ലൈമറ്റ്. ഇവിടെ ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് മൈസൂർ ക്ലൈമറ്റ് ഇങ്ങനെയാണ്, ഒട്ടും വെയിലില്ല കേട്ടോ, ഭയങ്കര മഴയാണ്, ഒരു മൂടി ക്ലൈമറ്റാണ്. അപ്പൊ ഇത് തുടച്ച് ഫുള്ള് സെറ്റ് ആക്കിയിട്ട് ഇനി കാണാം അല്ലേ? ഒരു ബൈ പറഞ്ഞോളൂ അമ്മ. അപ്പം അമ്മ എല്ലാ ഫാനും തുടച്ച് നല്ല അടിപൊളിയാക്കി. എനിക്ക് ഡസ്റ്റ് അലർജി ഉണ്ട് ഗൈസ്, അത് കാരണം ഞാൻ ക്ലീൻ ചെയ്യാതെ ഇരുന്നു കേട്ടോ. അപ്പം ഇത്രയും ഡസ്റ്റ് നമുക്ക് കിട്ടി ഗൈസ്. അമ്മ കാലങ്ങളായിട്ട് നട്ട് പിടിപ്പിച്ച പൊട്ടറ്റോ അവസാനം പൂത്തിരിക്കുകയാണ്. പൂക്കല്ലമ്മ, സോറി, കായ്ച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പം നമുക്ക് വേഗം പൊട്ടറ്റോ പ്ലക്ക് ചെയ്യാം. ഓ, കിട്ടുന്നില്ല, ഒന്നുമില്ലേ? ഇരുന്നിരുന്ന് പൊട്ടറ്റോ മൊത്തം പോയത്. ആ ബേബി പൊട്ടറ്റോ വന്നു. ബേബി പൊട്ടറ്റോ ആയിട്ടില്ല കേട്ടോ, ആവണേ ഉള്ളൂ ഗൈസ്. നമുക്ക് ആകെ കിട്ടിയത് ഒരു പൊട്ടറ്റോ ആണ് അല്ല ഉണ്ടോ? ഓക്കെ, കുഞ്ഞു കുഞ്ഞതാമ്മ, ഇനി വളരും തോന്നുന്നു, അറിയില്ല. വലിച്ചാലോ ബേബി പൊട്ടറ്റോസ് ആയിട്ട് യൂസ് ചെയ്യാം. എന്നാ അങ്ങനെയെങ്കിൽ അങ്ങനെ. ഒരു കായ വെച്ചാണ് ഒരു പൊട്ടറ്റോ. അങ്ങനെ ഈ മഴക്കാലത്ത് അമ്മ നട്ടുപിടിപ്പിച്ച പൊട്ടറ്റോവും മുളച്ചു, അതിൻ്റെ വിളവെടുപ്പ് നടന്നു. 4 ബേബി പൊട്ടറ്റോസാണ് അത്യാവശ്യം സൈസിൽ കിട്ടിയത്. 5ാമത്തത് മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ പോലും കാണാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ ഇതിന് ശേഷം ഞാനും അമ്മയും കൂടെ ഒരു വാക്കിന് പോയി. ഗൈസ്, മയിൽ പോണു, 2 എണ്ണം ഉണ്ട്. കുറച്ചുകൂടെ അടുത്ത് പോയാലേ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടുള്ളൂ. ഓടി, ഇഞ്ചി കൃഷിയാ, നേച്ചർ ബ്യൂട്ടി. അങ്ങനെ ഞങ്ങൾ നല്ലൊരു വാക്ക് കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോഴേക്കും അസ്സല് മഴ പെയ്തു. പിന്നെ ചൂടോടെ ചായ കുടിച്ച് മഴയും നോക്കി ഇരുന്നു. ചാ ചാ.